എന്താ ഞാൻ ഒന്നും അറിയുന്നില്ല എന്ന് വിചാരിച്ചോ? കൊറേയായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നെയും കുഞ്ഞിനെ ഒഴിവാക്കിയിട്ടുള്ള നിങ്ങളുടെ ഈ മാറി നിന്നുള്ള ഫോൺ വിളി. എടി നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ആരെ വിളിച്ചുന്നാ? മതിയേട്ടാ, ഇനി ഉരുണ്ട് കളിക്കാൻ നിൽക്കണ്ട. ഭർത്താക്കന്മാരിൽ ചെറിയ മാറ്റം ഉണ്ടായ പോലും അത് ഞങ്ങൾ ഭാര്യമാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓ, അപ്പൊ എല്ലാം അറിഞ്ഞിട്ടാണല്ലേ? എന്നാ നീ സംശയിക്കുന്ന പോലെ തന്നെയാണ്. എനിക്കൊരു പെണ്ണുമായിട്ട് അടുപ്പം തന്നെയാ. അതിനിപ്പോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കുഞ്ഞിനെങ്കിലും ഒന്ന് ആലോചിക്കായിരുന്നില്ലേ? എടി നിന്നെക്കാളും മുൻപേ ഞാൻ അവളെ പരിചയപ്പെട്ടാടി. എന്തോ ഒരു കഷ്ടകാലത്ത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ല. അതിനു മുമ്പ് അവളെ വീട്ടുകാരെ ഒരു കോന്തനെ കൊണ്ട് ആ ഒരു ദേഷ്യത്തിൽ മാത്രമേ ഞാൻ നിന്നെ കേട്ടത്. എല്ലാവരും നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. അപ്പൊ അറിഞ്ഞോണ്ട് എന്നെ ചതിക്കായിരുന്നു അല്ലേ? നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എടി നീ എന്ത് ചെയ്യുന്നാടി പറയുന്നത്? കല്യാണം കഴിഞ്ഞ 1 വർഷം തികയുന്നതിന് മുമ്പേ കുഞ്ഞുമായി. പിന്നെ നീ ഇവിടെ എന്നെ ധിക്കരിച്ച് പോയാൽ നിന്റെ വീട്ടിൽ കയറ്റുന്നോണ്ടാ? കഞ്ഞി കുടിക്കാൻ ഗതിയില്ല, പോരാത്തിന്റെ അനിയത്തിയും. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ അധികം ഇടപെടാണ്ടിരുന്ന നിനക്കും കുഞ്ഞിനും ഇവിടെ ജീവിച്ചു പോവാ. അല്ലെങ്കിൽ അറിയാലോ. എന്താടി നിന്റെ നാവറങ്ങിപ്പോയോ? നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് ഡയലോഗ് അടിക്കാനല്ലാണ്ടേ ഒരാണ്ട തുണയില്ലാണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാനായില്ല, പ്രത്യേകിച്ച് ഒരു കുഞ്ഞു കയ്യിലുള്ള സ്ഥിതിക്ക്. അതുകൊണ്ട് അടങ്ങി ജീവിച്ച നിനക്കും കുഞ്ഞിനും കഞ്ഞി കുടിച്ച് ജീവിക്കുക.